ഒപ്പിടാൻ അനുവാദം കൊടുത്ത മന്ത്രി ഏത് നിലയിലായിരിക്കും മന്ത്രിയെ ഇനി നമുക്ക് ഭരണഘടനാപരമായും അല്ലാതെയൊക്കെ കാണാൻ പറ്റുക? അതുപോലെ തന്നെ CPIയുടെ നിലപാട് എന്തായിരിക്കും? എന്തായാലും 27-ാം തീയതി തിങ്കളാഴ്ച ആലപ്പുഴയിൽ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ അതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ പരിപാടി നടക്കുന്നു. പുഷ്പാഞ്ജലി ശ്രദ്ധാഞ്ജലിയൊക്കെ നടക്കുന്നു. അവിടെ വെച്ച് എല്ലാവരും അവിടെ വരുന്നത് കൊണ്ട് CPIയുടെ യോഗം അവിടെ വെച്ച് സംസ്ഥാന തലത്തിലുള്ള യോഗം നടക്കുകയാണ്. അതിനകത്ത് വെച്ച് വളരെ കൃത്യമായൊരു നടപടി CPI എടുക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ രാജിയിൽ കുറഞ്ഞ് എന്തെങ്കിലും CPI ചെയ്താൽ അത് CPIയുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒന്നുകിൽ PM ശ്രീയിൽ നിന്ന് കേരളം മാറണം. അത് എളുപ്പമല്ല. ഒരു MOU കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഒപ്പുവെച്ചാൽ മാറുക അത്ര എളുപ്പമല്ല. പക്ഷേ ഇത് PM ശ്രീയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM ശ്രീയിൽ ഒപ്പുവെച്ചത് ME ഗോവിന്ദനും പറയുന്നു അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. TP രാമകൃഷ്ണൻ LDFിൻ്റെ കൺവീനർ TP രാമകൃഷ്ണനും പറയുന്നു ഇത്ര കുഴപ്പം പിടിച്ചതാണോ, ഇത് അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നുമില്ല, ഉള്ളതല്ല, ചില NEPയിലെ ചില പ്രശ്നങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്നുള്ള നിലയിൽ ഡൈലൂട്ട് ചെയ്താണ് CPMക്കാർ കാണുന്നത്. CPMലെ മറ്റ് സഹാക്കളും അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളും ന്യായീകരിച്ച് നടക്കുന്ന ആളുകളുമൊക്കെ ഇതിനെ കൃത്യമായി ഇന്നലെ വരെ ഇതിനെ തള്ളിപ്പറഞ്ഞു. ഇന്നത് ഓണപ്പേത് പറയുന്നു. മറ്റ് മാർഗ്ഗമില്ല. അവർ ഇപ്പോൾ തോമസ് ഐസക്കൊക്കെ കഴിഞ്ഞ ആഴ്ച വരെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ NEPയൊക്കെ നാഗശികാന്ത എതിർത്തതാണ്. ഇത് പറ്റില്ല കേരളത്തിലെന്ന് പറഞ്ഞതാണ്. പണം കിട്ടിയില്ലെങ്കിലും പറ്റില്ല. പക്ഷേ ഇപ്പോൾ പണം കിട്ടിയാൽ ഇത് പറ്റും എന്നുള്ളതല്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഒരു മാറ്റം, നയം മാറ്റത്തിലേക്ക് ഭരണകക്ഷി പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ ME ഗോവിന്ദൻ പറയുന്നു LDFിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനല്ല ഗവൺമെൻറ്. ഇത് പലവട്ടം ME ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. LDF അല്ല ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ്. അത് അതിൻ്റെ രീതിയിൽ പോകാൻ പറ്റൂ. LDF ആണ്, അത് അതിൻ്റെ രീതിയിൽ പോകും. പക്ഷേ ഇങ്ങനെ LDFിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനല്ല ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ജനങ്ങൾ പിന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? മാനിഫെസ്റ്റോ വെച്ച്, പ്രകടന പത്രിക വെച്ച് LDF തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്, രാഷ്ട്രീയമായി മത്സരിച്ച് ജയിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ LDFിൻ്റെ നയം നടപ്പിലാക്കാനല്ല ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് ME ഗോവിന്ദൻ പറയുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാണ് മനസ്സിലാവാത്തത്. അതും മനസ്സിലാകുന്നില്ല. അപ്പോൾ CPIയുടെ ഈ രാഷ്ട്രീയ നിലപാട് എങ്ങോട്ട് പോകും? CPI രാജിവെക്കുമോ? രാജിയിൽ കുറഞ്ഞൊന്നും CPIയുടെ മുന്നിൽ ഇപ്പോൾ ഇല്ല